ചാവേറാകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയിട്ടുള്ള ഉമർ നബി പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് പുൽവാമയിലെ വീട്ടിലെത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ചാവേർ ആക്രമണങ്ങളെ പ്രകൃതീകരിക്കുന്ന ഒരു വീഡിയോ അടങ്ങിയിട്ടുള്ള ഒരു ഫോണ് സഹോദരനെ കൈമാറുകയും ചെയ്തു. അറസ്റ്റ് വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയിട്ട് പരിഭ്രാന്തനായിട്ടുള്ള സഹോദരൻ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞത് ഒരു കുളത്തിലേക്കും. ചോദ്യം ചെയ്യലിനിടെ ചെങ്കോട്ടയിലെ പൊട്ടിത്തെറിയും. ചെങ്കോട്ട സ്ഫോടന കേസിൽ ചാവേറായിട്ടുള്ള ഉമർ നബി ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് ജമ്മു കശ്മീരിൽ പുൽവാമയിലെ കുടുംബ വീട് സന്ദർശിച്ചതായിട്ട് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ഉമർ തൻ്റെ സഹോദരൻ നൽകിയിട്ടുള്ള ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണങ്ങളും അതിനെക്കുറിച്ച് പ്രകൃതീകരിക്കുന്ന ഒരു വീഡിയോയും ഒക്കെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് തന്നെ. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കുടുംബ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുന്നെയാണ് ഉമർ തൻ്റെ കൈവശമുണ്ടായിരുന്ന 2 ഫോണുകളിൽ ഒന്ന് സഹോദരന് കൈമാറിയത്. മാത്രമല്ല, ഇതിനുശേഷം ഫരീദാബാദിലെ അൽ ഹലാഫ് സർവകലാശാലയിലേക്ക് പോവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഉമറിൻ്റെ അൽ ഫലാഫ് സർവകലാശാലയിലെ സഹപ്രവർത്തകർ വിവിധ ഘട്ടങ്ങളിലായിട്ട് പോലീസിൻ്റെ പിടിയിലാവുന്നതും ഈ അറസ്റ്റുകളെ കുറിച്ചിട്ട് ഉമറിൻ്റെ സഹോദരൻ അറിയുകയും ചെയ്തു. പരിഭ്രാന്തനായിട്ടുള്ള ഉമർ സഹോദരൻ നൽകിയ ഫോണ് വളരെ വൈകാതെ തന്നെ പുൽവാമയിലെ വീട്ടിനടുത്തുള്ള ഒരു കുളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതുപോലെ തന്നെ ഉമറിൻ്റെ കൈവശമുണ്ടായിരുന്ന 2 ഫോണുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ ഇവ രണ്ടും തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഫോണുകളുടെ അവസാനത്തെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഒന്ന് ഡൽഹിയിലും പുൽവാമയിലുമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പുൽവാമയിലെ ഉമറിൻ്റെ വീട്ടിലേക്ക് വാസ്തവത്തിൽ എത്തുന്നത് തന്നെ. പരിശോധനകൾക്കും നീണ്ട ചോദ്യം ചെയ്യലിനും ഒടുവിൽ തനിക്ക് ഒരു ഫോൺ ലഭിച്ചിരുന്നുവെന്നും അത് ഒരു കുളത്തിലേക്ക് താൻ വലിച്ചെറിഞ്ഞെന്നും സഹോദരൻ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടക്കുന്നതിനിടയിലാണ് ഡൽഹിയിലെ ചാവേർ ആക്രമണം എന്ന് പറയുന്നത് നടന്നതെന്നും അതിനുശേഷമാണ് ഫോണ് വാസ്തവത്തിൽ കണ്ടെടുത്തതെന്നും ഔദ്യോഗികമായിട്ടുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നുമുണ്ട്. വെള്ളം കയറിയ ഫോണിന് ധാരാളം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിൻ്റെ മദർ ബോർഡും തകരാറിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉമറിൻ്റെ ഫോണിൽ നിന്നും വീഡിയോ വീണ്ടെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത് തന്നെ. അൽ ഫലാഹ് സർവകലാശാലയിലെ 17-ാം നമ്പർ കെട്ടിടത്തിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ഉമർ ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. ആക്രമണത്തിന് തൊട്ടു മുൻപ് റെക്കോർഡ് ചെയ്തു എന്ന് കരുതുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഉമർ നബി ചാവേർ ആക്രമണത്തെക്കുറിച്ചിട്ട് വളരെയധികം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു പ്രതിയുടെ തീവ്രമായിട്ടുള്ള തീവ്രവാദ മാനസികാവസ്ഥയാണ് ആ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത്. പിറുപിറുക്കുന്ന ശബ്ദം, തുളച്ചു കയറുന്ന നോട്ടം, ചുറ്റുപാടുകളെ കുറിച്ചിട്ട് ഒരു സൂചനയും നൽകാത്ത ഇടുങ്ങിയ ഫ്രെയിം, ഇത്തരത്തിൽ ആകെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉമർ നബിയുടെ വീഡിയോ എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് തീയതി ഇല്ലാത്ത ഈ വീഡിയോ നവംബർ 10-ന് ചെങ്കോട്ടയിൽ 15 പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഒരു സ്ഫോടനം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് പകർത്തിയതായിരിക്കാമെന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, ഒരു ചാവേർ ബോംബാക്രമണം നടത്തുന്ന ഒരാളുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിന്റ് അടങ്ങിയതാണ് ഈ വീഡിയോ എന്നും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇരുണ്ട വെളിച്ചത്തിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉമറിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. വളരെ പതുങ്ങിയ ശബ്ദത്തിൽ അയാൾ ഇംഗ്ലീഷിൽ ഒഴുക്കോട് കൂടിയിട്ട് സംസാരിക്കുന്നതും ആ വീഡിയോയിലുണ്ട്. ചാവേർ ബോംബിംഗ് എന്ന ആശയത്തെക്കുറിച്ചാണ് അദ്ദേഹം ആധികാരികമായി സംസാരിക്കുന്നത്. ചാവേർ ബോംബാക്രമണത്തെക്കുറിച്ചിട്ട് വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉമർ ആ വീഡിയോയിൽ വാദിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനമാണെന്നും അയാൾ പറയുന്നുണ്ട് ആ വീഡിയോയിലൂടെ. ലോകം ചാവേർ ബോംബിംഗ് എന്ന് വിളിക്കുന്നതിനെ ബോധപൂർവമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് ഉമർ നബി പറയുന്നു. ഒരു നിശ്ചയ സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് താൻ മരിക്കുമെന്ന് പൂർണ്ണ ഉറപ്പോട് കൂടിയിട്ട് ഒരാൾ നടത്തുന്ന പ്രവൃത്തിയാണിതെന്നും ഇത് ഒരു പരിശുദ്ധമായിട്ടുള്ള ദൗത്യമാണെന്നും ഉമർ നബി പറയുന്നുണ്ട് ആ വീഡിയോയിലൂടെ. മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെട്ടിട്ടുള്ള വൈറ്റ് കോളർ ഫരീദാബാദ് തീവ്രവാദ ഘടകത്തിലെ പ്രത്യയശാസ്ത്രപരമായിട്ട് തീവ്ര ചിന്തകളുള്ള ഒരു അംഗമായിട്ടുള്ള ഒരാളാണ് ഉമർ എന്ന് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കണ്ടാൽ വാസ്തവത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ.
ചാവേർ ബോംബ് ആക്രമണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നതായും, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന മറ്റൊരു കാര്യം, റിക്രൂട്ട് ചെയ്ത ആളുകളെ വിശ്വസിപ്പിക്കാനും തീവ്രവാദം അവരിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഉമർ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ പറയുന്ന ഒരു കാര്യം തന്നെ. ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന, ബോധ്യം, മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ റെക്കോർഡിംഗ് വീഡിയോ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മാത്രമല്ല, ഇതിനോടുള്ള എതിർപ്പുകളെ തെറ്റിദ്ധാരണകളാക്കി ഉമർ ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് കശ്മീരി സ്വദേശിയായിട്ടുള്ള ഒരാളെ കൂടി NIA തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മൊഡ്യൂൾ ഹമാസ് ശൈലിയിലുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനുണ്ടെന്നും, അതേപോലെ തന്നെ ഏകോപിതമായിട്ടുള്ള ഒരു സ്ഫോടനം പരമ്പരയ്ക്കായിട്ട് ചെറിയ റോക്കറ്റുകൾ വികസിപ്പിക്കുന്നതായിട്ടും ഉള്ള വിവരവും ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്.